എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഈ ക്ലീനിങ്ങിൻ്റെ പരിപാടി തുടങ്ങിയിട്ട് അത്യാവശ്യം വീടുകൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. എടപ്പാൾ, പൊന്നാനി ഭാഗങ്ങളിലായിട്ട് ഇഷ്ടംപോലെ വീടുകൾ നമുക്ക് കിട്ടി. നമ്മൾ ഹോമിൻ്റെ എല്ലാ ക്ലീനിങ്ങും, ഉള്ളിലത്തെ ക്ലീനിങ് ആയാലും ഗാർഡൻ ക്ലീനിങ് ആയാലും സോളാർ പാനലായാലും വാട്ടർ ടാങ്ക് ആയാലും ഇഷ്ടംപോലെ ക്ലീനിങ്ങുകൾ നമ്മൾ ചെയ്തു. അപ്പോൾ നമ്മൾ ആദ്യം തുടങ്ങുമ്പോൾ ഇങ്ങനെയൊന്നും വിചാരിച്ചില്ല. പക്ഷേ നമ്മൾ ഓരോ വർക്കുകൾ ചോദിച്ചു പോയപ്പോഴും അതേപോലെ തന്നെ ഓരോരുത്തർ വഴി നമുക്ക് കണക്റ്റായി വന്ന വർക്കുകളായാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എത്രത്തോളം വൃത്തിയാക്കിയിട്ട് ഭംഗിയായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ അത് നമ്മൾ ചെയ്ത് കൊടുത്തു. അതിൻ്റെ ആ ഒരു സന്തോഷം, ആ ചെയ്ത് അത്രത്തോളം നമ്മൾ വർക്ക് ചെയ്തതിൻ്റെ ആ ഒരു സന്തോഷം നമ്മൾ ഈ ചെയ്ത എല്ലാ വീടുകളിലും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു ഹാപ്പിനെസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ് നമ്മളെ മാക്സിമം ഇത്ര ടൈമിൻ്റെ ഉള്ളിൽ കിട്ടിയൊരു വിജയം എന്ന് പറഞ്ഞ സംഭവം. ഇന്നിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഇടാൻ കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഒരുവിധം എല്ലാ വീട്ടിലാണ് അതിൻ്റെ വാട്ടർ ടാങ്ക് വെക്കലുണ്ട്. അപ്പോൾ ഈ ഒരു വാട്ടർ ടാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ വാട്ടർ ടാങ്കിനെ സംബന്ധിച്ചിട്ട് കുറച്ചും കൂടി ബെനിഫിറ്റോട് കൂടിയുണ്ട്. അതിനനുസരിച്ചിട്ട് ആദ്യം തന്നെ പറയാമല്ലോ, അതിനനുസരിച്ചിട്ട് തന്നെ വിലയിൽ നല്ല വ്യത്യാസമുണ്ട്. പക്ഷേ ഈ വില കൊടുക്കുന്നതിനനുസരിച്ചിട്ടുള്ളൊരു ക്വാളിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പം നമ്മളൊരു വീട്ടിൽ ഒരു സ്റ്റീലിൻ്റെ ഒരു പാത്രത്തിൽ വെള്ളം നിറച്ച് വെച്ച് കഴിഞ്ഞാൽ എത്ര ദിവസം വൃത്തിയിലിരിക്കുമോ അതുപോലെ തന്നെ ഈ ഒരു ടാങ്കിലിരിക്കും. അതാണ് അതിൻ്റെ വ്യത്യാസം. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ പ്ലാസ്റ്റിക് ടാങ്കിൻ്റെ കുറ്റം പറയാമെന്നല്ല, നമ്മളിപ്പോൾ ഇഷ്ടംപോലെ കാലങ്ങളായിട്ട് നമ്മൾ അതിൽ തന്നെ നിറച്ച് വെച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മളിപ്പോൾ ക്ലീൻ ആക്കിയെടുത്തോളം അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കോട്ടിങ് ഇല്ലേ, അതിൽ നമ്മൾ ഈ മണ്ണ് എന്ന് പറഞ്ഞ സംഭവം, മണ്ണിൻ്റെ വെള്ളം കുറേ കാലം ഇങ്ങനെ കെട്ടി നിന്ന് അതിൻ്റെ ആ ഒരു കോട്ടിങ്ങിൻ്റെ മേലെ ഈ മണ്ണിൻ്റെ ഒരു ചളിന്ന് വന്നിട്ട് ഇരിക്കലുണ്ട്. ഞങ്ങൾ ക്ലീൻ ആക്കി കൊടുത്തോളം നമുക്ക് മനസ്സിലായ ചെറിയൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ചളിയുടെ ഒരു കളറും ഒരു സംഭവം പൂപ്പൽ കാര്യങ്ങളൊന്നും പോക്കില്ല. നേരെ മറിച്ച് ഈ സ്റ്റീലിൻ്റെ ടാങ്കിൽ ഇവർ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, ഇതിൻ്റെ ഒരു ഉള്ളിലത്തെ ആ ഒരു ക്വാളിറ്റി, ആ ഒരു നമ്മളിപ്പോൾ ചളി പിടിച്ച് നിൽക്കില്ല എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ ഏറ്റവും അടിയിലേക്ക് ഒരു പൈപ്പ് വരുന്നുണ്ട്. ആ പൈപ്പ് തുറന്നു കഴിഞ്ഞാൽ മാക്സിമം മണ്ണ് നമുക്ക് അങ്ങനെ കളയാൻ പറ്റും. ഒരു ദിവസത്തെ വെള്ളം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം ടാങ്ക് പറ്റാറായി എന്നുള്ള തീരുമാനത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അടിഭാഗത്തെ പൈപ്പ് തുറന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ മണ്ണൊക്കെ ഉണ്ടെങ്കിൽ അതിനെ പോവും. ചില വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കിണറിൽ നിന്ന് കൂടുതൽ മണ്ണ് വരുന്നുണ്ടാവില്ല. പക്ഷേ ചില വീട്ടിൽ അങ്ങനെയല്ല, നല്ല പാടത്തെ ചളി പോലെ മണ്ണ് കിണറ്റിൽ നിന്ന് ഇങ്ങോട്ട് മേലേക്ക് വരലുണ്ട്. അപ്പോൾ ആ ടാങ്കിൽ തന്നെ കെട്ടി നിൽക്കും. നമ്മൾ പ്ലാസ്റ്റിക് ടാങ്ക് എന്ന് പറയുമ്പോൾ പ്ലാസ്റ്റിക്കിലും വരുന്നുണ്ട് കേട്ടോ, നമ്മൾക്ക് അടിഭാഗത്തേക്ക് പൈപ്പുള്ളത് പ്ലാസ്റ്റിക്കിലും വരുന്നുണ്ട്. പക്ഷേ ഈ സ്റ്റീലെന്ന് പറയുമ്പോൾ ഇതാണ് ഇങ്ങനെ എത്രത്തോളം ആ ഒരു ക്വാളിറ്റിയിൽ നമുക്ക് നമ്മുടെ ഹെൽത്ത്, ആരോഗ്യപരമായിട്ട് നല്ലൊരു വെള്ളം നമുക്ക് കുടിക്കാമെന്നാണ് ഇവർ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ. അപ്പോൾ അതിനനുസരിച്ചുള്ള എമൗണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട് ഓരോ ടാങ്കിനും. ഇത് 250 200 മുതലോട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് ലിറ്ററിൻ്റെ. 1000 ലിറ്റർ ഞാൻ കണ്ടു, പിന്നെ 1200 ഉണ്ട്, 2000 ഉണ്ട്. അപ്പോൾ 2000-നൊക്കെ ഏകദേശം ഒരു 50,000 രൂപയുടെ അടുത്തൊക്കെ വരുന്നുണ്ട് തോന്നുന്നു. കറക്റ്റ് റേറ്റൊക്കെ അറിയില്ല. അപ്പോൾ ഞാൻ അത് കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾ കാണിക്കണമെന്ന് വിചാരിച്ചിട്ട് ഒരു വീഡിയോ ഇട്ടതാണ് ജസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം മേടിക്കാനുള്ളൊരു സാമ്പത്തിക ശേഷിയൊക്കെ ഉണ്ടെങ്കിൽ ഇത് നല്ലൊരു ചോയ്സാണ്, നല്ലൊരു സംഭവമാണിത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. പക്ഷെ എന്നാലും ഇന്ത്യയിൽ വ്യൂസൊക്കെ കാണുന്നവരാണെങ്കിൽ ഒരു ഉപകാരം ആയിക്കോട്ടെ വെച്ചിട്ട് വീഡിയോ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.